ആന്ധ്രാപ്രദേശിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടക്കുകയാണ്. സ്ഥാനാർത്ഥികൾ ഓരോന്നായി സ്വത്ത് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവും അതുപോലെ നടൻ ബാലകൃഷ്ണയും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ആ നിരയിലേക്ക് എത്തിയിരിക്കുകയാണ് ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. കഴിഞ്ഞ 5 വർഷമായി ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് ജഗൻ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ സമ്പത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അത് എത്രയാണെന്ന് നോക്കാം. ജഗന്റെയും കുടുംബത്തിന്റെയും ആസ്തി കഴിഞ്ഞ 5 വർഷത്തിനിടെ 755.65 കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ജഗൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പത്രികയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ സമ്പത്തിൽ ജഗനും കുടുംബവും വൻ വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 48.4% വർധനവുണ്ടായിട്ടുണ്ട്. 510.68 കോടിയായിരുന്നു 5 വർഷം മുൻപ് ജഗന്റെ സമ്പാദ്യം. ജഗൻ, ഭാര്യ YS ഭാരതി, മക്കളായ YS ഹർഷിനി റെഡ്ഡി, YS വർഷ റെഡ്ഡി എന്നിവരുടേതാണ് ഇത്രയും സമ്പത്ത്. ആദായ നികുതി വകുപ്പ് രേഖ പ്രകാരം 2022-23 കാലയളവിൽ ഈ കുടുംബത്തിന്റെ മൊത്തം വരുമാനം 73.68 കോടിയാണ്. 529.87 കോടിയുടെ ആസ്തിയിൽ ഭൂരിഭാഗവും ജഗൻ തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത്. സന്തൂർ പവർ കമ്പനിയിൽ ജഗന് നിക്ഷേപമുണ്ട്. ഭാരതി സിമന്റ് കോർപ്പറേഷൻ, ക്ലാസിക് റിയാലിറ്റി, സരസ്വതി പവർ ആൻഡ് ഇൻഡസ്ട്രീസ് പോലുള്ള വമ്പൻ കമ്പനികളിലെല്ലാം ജഗന് സുപ്രധാന ഓഹരി നിക്ഷേപമുണ്ട്. സ്വർണവും വജ്രവുമായി 14,20,05,360 കോടിയുടെ ആഭരണങ്ങൾ ജഗന്റെ കുടുംബത്തിന്റെ കൈവശമുണ്ട്. 35 കോടിയിലധികം കുടുംബത്തിന്റെ മൊത്തം ബാധ്യതയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകിയത് പ്രകാരം 26 കേസുകളാണ് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയുള്ളത്. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, വായ്പകൾ, ഇൻഷുറൻസ് എന്നിവയടങ്ങുന്നതാണ് ജഗന്റെ വായ്പയും ബാധ്യതകളും. 103.71 കോടിയുടെ കാർഷിക ഭൂമിയും ഇവർക്കുണ്ട്. അതേസമയം നേരത്തെ ചന്ദ്രബാബു നായിഡുവും ആസ്തി വെളിപ്പെടുത്തിയിരുന്നു. 931 കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. 2019 നിന്ന് 2024 എത്തുമ്പോൾ 40% അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിച്ചത്. നായിഡുവിന്റെ മകൻ നര ലോകേഷും സമ്പത്ത് വെളിപ്പെടുത്തി. തെലുങ്കുദേശം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. 542.7 കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. മംഗൾഗിരിയിൽ നിന്ന് 2019 ലോകേഷ് പരാജയപ്പെട്ടിരുന്നു. ലോകേഷിന്റെയും ഭാര്യയുടെയും വാസ്തുവകകളുടെ മൂല്യം 373 കോടിയാണ്. ഹെറിറ്റേജ് ഫിൻലേസ്, നിർവാന ഹോൾഡിംഗ്സ്, മെഗാബിറ്റ് ഫിനാൻസ് കമ്പനി എന്നിവയിൽ ലോകേഷിനും കുടുംബത്തിനും നിക്ഷേപമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 25 ലോക്സഭാ സീറ്റുകളുള്ള ആന്ധ്രയിൽ 22 സീറ്റുകളും നിലവിൽ YSR കോൺഗ്രസിന് സ്വന്തമാണ്. തെലുങ്കുദേശം പാർട്ടിയുടെ കയ്യിലാണ് ബാക്കിയുള്ള 3 സീറ്റുകൾ. 25 ലോക്സഭാ സീറ്റുകളുമായി രാജസ്ഥാനും ആന്ധ്രയ്ക്കൊപ്പമുണ്ട്. നിലവിൽ ഇതിൽ 24 BJPയുടെ കയ്യിലാണ്. അവശേഷിക്കുന്ന 1 രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി കൈയടക്കിയിരിക്കുന്നു.